ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഈ കഥയിൽ ഒരു അച്ഛനുണ്ട്, ഒരു മകനും ഉണ്ട്. മകന് ചെറിയൊരു പ്രശ്നം വന്നു കേട്ടോ. ആ മകനെ രക്ഷപ്പെടുത്താനായിട്ട് ഈ അച്ഛൻ ഏതറ്റം വരെയും പോവായിരുന്നു. അതിനുവേണ്ടി ഈ മനുഷ്യനുണ്ടല്ലോ, കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരെയും എല്ലാവരെയും വെറുപ്പിച്ചു. അവർക്കെതിരെയായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. എതിരെ നിൽക്കുന്ന ആൾക്കാർ സാധാരണക്കാരാണോ? ഒരു കൂട്ടം ഗ്യാങ്സ്റ്റേഴ്സ് ആണ്, കൂടെ ഒരു സീരിയൽ കില്ലറും. അവർക്ക് എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ ഇല്ലാതാക്കണം എന്ന ജീവൻ കൊടുത്തും ഈ അച്ഛൻ സ്വന്തം മകനെ രക്ഷിക്കുകയും ചെയ്യും. ഇത്രയും സാഹസികമായിട്ട് തന്റെ മകനെ രക്ഷപ്പെടുത്തുകയും വേണം. ഇതിനിടയിൽ ഈ മനുഷ്യന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ വല്ലാത്തൊരു പകയുണ്ട്. ആ പക വീട്ടും വേണം. എന്തായാലും തുടക്കം മുതൽ അവസാനം വരെ ഒരു വല്ലാത്ത ത്രില്ലിൽ തന്നെയായിരിക്കും ഈ ഒരു കഥ പോകുന്നത്. കഥ നടക്കുന്ന കാലഘട്ടം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ആയതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു വിഷ്വലൊക്കെ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുത്തു കേട്ടോ. മാത്രമല്ല 2002 ഇറങ്ങിയ ഈ സിനിമ ആ സമയത്ത് കോടികളാണ് വാരിക്കൂട്ടിയത്. എന്തായാലും നമുക്ക് ആ കഥ ഒന്ന് കേട്ടു നോക്കിയല്ലേ, പോവുമല്ലേ ആ അച്ഛന്റെയും മകന്റെയും ലൈഫിലേക്ക്. പിന്നെ കഥയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. വളരെ സിമ്പിൾ ആയ ഒരു കാര്യമല്ലേ. ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എന്റെ ഈ വീഡിയോ എത്തിപ്പെടും. ഓക്കെ, എന്തായാലും നമ്മൾ നേരെ ആ കഥയിലേക്ക് കിടക്കുകയാണ്. സിനിമയുടെ ആരംഭത്തില് കടൽ തീരത്ത് നിൽക്കുന്ന ഒരു ചെറുക്കനെ കാണിക്കുകയാണ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അവൻ നേരിടേണ്ടി വന്നു. അതിനെക്കുറിച്ചും അവന്റെ അച്ഛനെ കുറിച്ചും അവൻ സംസാരിക്കാൻ തുടങ്ങുകയാണ്. വർഷം 1931, ഏകദേശം ഒരു 90 വർഷങ്ങൾക്ക് മുന്നേ ആയിട്ട് നല്ല തണുപ്പുള്ള കാലാവസ്ഥയായിരുന്നു. നന്നായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ട്. ഈ സമയത്ത് നഗരത്തിലൂടെ ഒരു ചെറുപ്പക്കാരൻ സൈക്കിളുമായിട്ട് പത്രം വിറ്റ് അങ്ങനെ നടക്കുകയാണ്. പത്രം കൊടുക്കാനായിട്ട് ഒരു കടയിൽ കയറിയപ്പോ അവിടെ നിന്നും ചൂടല്ലേ, നല്ലൊരു സിഗരറ്റ് അടിച്ചു മാറ്റി അവനതും കത്തിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് വരികയാണ്. അവന്റെ സഹോദരനായിട്ടുള്ള പീറ്ററും അമ്മയായിട്ടുള്ള ആനിയും കൂടെ വീട്ടിൽ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ ചെറുക്കന്റെ പേര് ടോമി. അങ്ങനെ ഇവര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടോമിയുടെ അച്ഛനായിട്ടുള്ള മൈക്കിള് വരികയാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി അച്ഛനെ വിളിക്കാനായിട്ട് അവൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്ന വസ്ത്രം മാറാനായിട്ട് മുറിയിലേക്ക് ചെന്ന അവന്റെ അച്ഛന്റെ കീശയിൽ നിന്നും ഒരു ഗൺ എടുത്ത് വെക്കുന്നത് ഇപ്പൊ ടോമി കാണുകയാണ്. ആ തോക്കൊന്ന് കണ്ടതുകൊണ്ട് തന്നെ അവനൊന്ന് പകച്ചു പോകുന്നുണ്ട്. പിന്നെ അച്ഛനെ ഫുഡ് കഴിക്കാൻ വിളിച്ച് നേരെ പോവാണ്. പിറ്റേ ദിവസം തന്നെ ഈ മൈക്കിള് ഭാര്യയായിട്ടുള്ള ആനിയും 2 പിള്ളേരെയും കൂട്ടിയിട്ട് ഒരു ചടങ്ങിന് പോവാണ്. അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. സോ അയാളുടെ ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊടുക്കുകയാണ്. അങ്ങോട്ടേക്കാണ് ഇവരെല്ലാവരും പോകുന്നത്. ആ വീട്ടിലേക്ക് എത്തിയ സമയത്ത് നമ്മുടെ ടോമിയും പീറ്ററിനെയും നല്ല കമ്പനി ആയിട്ട് തന്നെ ഒരു പ്രായമായിട്ടുള്ള ഒരാൾ വന്ന് സംസാരിക്കുകയാണ്. പിള്ളേർക്ക് എന്തോ 2 പേർക്കും ആ ഒരു വൃദ്ധന് ഇഷ്ടമായി കേട്ടോ. പിന്നീട് ഇതിന് ശേഷം അയാളുടെ കൂടെ ഇവർ ഡൈസ് ഒക്കെ കളിക്കുകയാണ്. അതിൽ നമ്മുടെ ടോമി ജയിച്ചില്ലേ, എനിക്ക് എന്റെ കാശ് കൊണ്ടുവന്ന് ടോമി പറയാം. അയ്യോടാ, എന്റെ കയ്യിൽ ഇപ്പൊ കാശില്ലല്ലോ, മുകളിൽ എന്റെ കോട്ടുണ്ട്, അങ്ങോട്ടേക്ക് പോയി എടുത്തോന്ന് ഈ വൃദ്ധം പറയാണ്. അങ്ങനെ ആ കോട്ടിൽ നിന്നും കാശ് എടുക്കാനായിട്ട് ടോമി നേരെ മുകളിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഒരു മുറിയിൽ ആ ഒരു കോട്ടുണ്ട്. അവിടെ തന്നെ മറ്റൊരാൾ കിടന്ന് ഒരു സിഗരറ്റ് ഒക്കെ വലിക്കുന്നുണ്ട്. മുഴുവനായിട്ടും അയാൾ അങ്ങനെ കാണിക്കുന്നൊന്നുമില്ല. ഇപ്പൊ കയറി വന്നപാട് തന്നെ നീ ആ ഒരു മൈക്കിളിന്റെ മകനല്ലേ, മൂത്ത ആളാണോ ചെറിയ ആളാണോ? ഇപ്പൊ ടോമി പറയണേ ഞാനാ മൂത്തത്, എന്റെ അനിയനൊരുത്തനുണ്ട് പീറ്റർ. ഓക്കെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? എന്നെ ശല്യപ്പെടുത്തരുത് കേട്ടോ, എനിക്ക് തീരെ ഇഷ്ടമല്ല, താഴേക്ക് പോയിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ടോമിയെ താഴേക്ക് തന്നെ വിടുകയാണ്. പിന്നെ ആ ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ട് അവൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് മറ്റാരുമല്ല, ഇവരുടെ കൂടെ കളിച്ച ആ ഒരു അപ്പാപ്പനുണ്ടല്ലോ, ആ അപ്പാപ്പന്റെ മകനായിട്ടുള്ള കോണർ റോണിയാണ്. മാത്രമല്ല ആ അപ്പാപ്പൻ ആരാണെന്ന് മനസ്സിലായോ? ശരിക്കും ഈ മൈക്കിളിന്റെ ഒക്കെ ബോസ് ആയിട്ടുള്ള ഒരു ഗ്യാങ്സ്റ്റർ ആണ് ജോൺ റോണി. പക്ഷെ പിള്ളേരുടെ കൂടെയൊക്കെ കളിക്കുന്ന കണ്ടപ്പോ ഒരു സാധാരണ വല്യപ്പനായിട്ട് നിങ്ങൾ വിചാരിച്ചല്ലേ. എന്തായാലും ഇപ്പൊ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞില്ലേ, അയാൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഈ മരിച്ച ആള് ഈ ഒരു ഗ്യാങ്സ്റ്റർ, അതായത് ജോൺ റോണിയുടെ ടീമിലുണ്ടായിരുന്ന ഒരാൾ തന്നെയാണ്. ഇതിനുശേഷം ഈ മരിച്ച ആളുടെ ബ്രദർ ആയിട്ടുള്ള ഫിന്ന് വരികയാണ്. ഒരുപാട് സങ്കടത്തോട് കൂടിയിട്ട് ഫിന്നും സംസാരിക്കുകയാണ്. കാരണം അത്രയും സ്നേഹിച്ച അവന്റെ ബ്രദറാണ് ഈ മരിച്ചു കിടക്കുന്നത്. അങ്ങനെ ആ ഒരു ചടങ്ങെല്ലാം കഴിയാണ്. എന്നാൽ ഈ മരണത്തിന് പിന്നിൽ ഇവന്റെ ബോസ് ആയിട്ടുള്ള ജോൺ റോണി തന്നെ ആയിരിക്കുമെന്ന് ഫിന്നിന് നല്ല സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഫിന്ന് അവന്റെ ആ ഒരു സംശയം കാര്യങ്ങളും പറയണേ ഇവരോട് കുറച്ച് മോശമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ ഒരു വിഷമം കൊണ്ടാണ് മെന്റലി ഒരു ഫിന്ന് ഭയങ്കര ഡിസ്റ്റർബ് ആയി നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ മൈക്കിള് വന്നിട്ട് ഫിന്നെ നീ ഇങ്ങോട്ടേക്ക് വന്നേ, ഇപ്പൊ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവനെ കാറിൽ കയറ്റി വിടുകയാണ്. ഫിന്നിനെ കാറിൽ കൊണ്ടാക്കാനായിട്ട് ഇപ്പൊ ജോൺ റോണിയുടെ മകനായിട്ടുള്ള കോണർ റോണിയും കൂടെ അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ ഇവർ 2 പേരും കൂടെ ഫിന്നിനെ അവിടുന്ന് കയറ്റി വിടുന്നുണ്ട്. ഈ സമയത്താണ് ജോൺ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നത്. ഇപ്പൊ കോണർ പറഞ്ഞേ ഈ പ്രശ്നമൊന്നുമില്ല, ഞാനെല്ലാം സംസാരിച്ച് തീർത്തോളാം, അതൊന്നും എന്തായാലും നിന്നെ കൊണ്ട് നടക്കാൻ പോകുന്നില്ല എന്ന് ചെറുതായിട്ട് ഈ കോണറിനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ജോൺ പോവുകയാണ്. എന്തായാലും ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ആ വാതിലിന്റെ അവിടെ നിന്നുകൊണ്ട് മൈക്കിളിന്റെ മകനുണ്ടല്ലോ, മൂത്ത ആള് ടോമി, അവൻ കാണുന്നുണ്ടായിരുന്നു. പിന്നീട് എല്ലാവരും ആ ഒരു പാർട്ടിയിലേക്ക് വരികയാണ്. എല്ലാവരും നന്നായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യാണ്. ഇതിനൊരു സമയത്ത് ഈ ജോൺ ഉണ്ടല്ലോ മൈക്കിളുമായിട്ട് ഒരു പിയാനോ വായിക്കുകയാണ്. ഇവൻ ബോസ് ആണെങ്കിലും ഈ മൈക്കിളിന് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു ജോണിന്. ബാക്കിയുള്ള എല്ലാവരും ഇത് കണ്ട് നന്നായിട്ട് എന്റർടൈൻ ചെയ്യാണ്. എന്നാൽ ജോണിന്റെ മകനായിട്ടുള്ള കോണറിന് ഇത് അത്ര വലിയ ഇഷ്ടമാകുന്നൊന്നുമില്ല. അങ്ങനെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞു, ഇവരെല്ലാവരും വീട്ടിലേക്ക് പോയി. ഇപ്പൊ നമ്മുടെ ടോമിയും പീറ്ററിനെയും കാണിക്കുകയാണ്. ടോമി എന്തോ ഒരു നോവൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ അനിയൻ ചോദിക്കുകയാണ്, അല്ലടാ നമ്മുടെ അച്ഛൻ എന്താ പണി ചോദിച്ചപ്പോ ഇപ്പൊ മൂത്ത ചെറുക്കൻ ടോമി പറയാണ്, അത് നിനക്ക് അറിയില്ലേ, നമ്മൾ കണ്ട അപ്പാപ്പനുണ്ടല്ലോ ജോൺ റോണി, അദ്ദേഹമാണ് ചെറുപ്പം മുതലേ നമ്മുടെ അച്ഛനെ എടുത്ത് വളർത്തിയത്. അതുകൊണ്ട് തന്നെ ജോൺ അപ്പാപ്പൻ പറയുന്ന എല്ലാ കാര്യവും അച്ഛൻ ചെയ്യും, കൂടുതലൊന്നും എനിക്ക് അറിയില്ലടാന്ന് പറഞ്ഞിട്ട് 2 പേരും പിന്നീട് കിടന്നുറങ്ങാണ്. രാവിലെ ആയപ്പോ മൈക്കിള് വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ പറയാണ്, മോനെ പീറ്ററെ, അച്ഛൻ ഇന്ന് സ്കൂളിൽ വരാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള വേറൊരു ജോലിയുണ്ട്, അപ്പൻ എന്തായാലും അങ്ങോട്ടേക്ക് പോവാന്നിപ്പോ പിള്ളേരോടും ഭാര്യയോടും ഇപ്പൊ മൈക്കിള് പറയാണ്. എന്നാൽ ടോമിക്ക് തോന്നുന്നു ഇത്ര അത്യാവശ്യമായിട്ടുള്ള ജോലി എന്താ അച്ഛന്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവന്റെ അച്ഛൻ
പോവാൻ നിൽക്കുമ്പോൾ ആ വണ്ടിയുടെ ഡിക്കിയിലേക്ക് നമ്മുടെ ടോമി കയറിയിരിക്കുകയാണ്. ഈ കാര്യം മൈക്കിൾ അറിയുന്നില്ല. ഇതിനുശേഷം മൈക്കിൾ നേരെ മറ്റെങ്ങോട്ടോ പോവാണ്. പോകുന്ന വഴിയിൽ ജോണാപ്പാപ്പൻ ഉണ്ടല്ലോ, ഇയാളുടെ മകനായിട്ടുള്ള കോണർ റോണി, ഇയാളും ആ ഒരു കാറിൽ കയറുന്നുണ്ട്. ഇവര് രണ്ടുപേരും കൂടെ നേരെ ചെല്ലുന്നത് ഫിന്ന് അവന്റെ വീട്ടിലേക്കാണ്. അതായത് ഇന്നലെ സഹോദരൻ മരിച്ചതിന്റെ ആ ഒരു സങ്കടത്തില് ജോണാപ്പാപ്പനോട് തന്നെ വഴക്കുണ്ടാക്കിയ ആളില്ലേ, അവന്റെ വീട്ടിലേക്ക് തന്നെ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ആ വീട്ടിന്റെ ഉള്ളിലേക്ക് ഇവര് രണ്ടുപേരും പോയ സമയം നോക്കിയിട്ട് ആ മഴയത് തന്നെ ടോമി ഇറങ്ങി വന്ന് നോക്കുകയാണ് ഇവരെന്താ അതിന്റെ ഉള്ളിൽ ചെയ്യുന്നത്. നോക്കുമ്പോ എന്താ, ബിൽഡിങ്ങിന്റെ ഒരു ഭാഗത്ത് ഇപ്പൊ മൈക്കിൾ നിൽക്കുന്നുണ്ട്. കുറച്ച് അപ്പുറത്തായിട്ട് ആ ഫിന്നി ഇരിക്കുകയാണ്. അയാളുടെ ചുറ്റുമായിട്ട് ഈ കോണർ റോണി അങ്ങനെ നടക്കുകയാണ്. നീ എന്താണ് ഇങ്ങനെ ഞങ്ങളോടൊക്കെ ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്നത്? ഇതേ സമയത്ത് തന്നെ ഫിന്ന് പറയാണ്, അല്ലാതെ എന്റെ അനിയൻ എന്തിന്റെ പേരിലാണ് നിങ്ങൾ സംശയിച്ചത്? അവൻ പറഞ്ഞ പണി അവൻ മര്യാദക്ക് ചെയ്തില്ലേ? ചരക്ക് മുഴുവൻ നിങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ അവൻ എത്തിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ സാധനം മിസ്സായെന്ന് എനിക്കും അറിയില്ല, അവനും അറിയില്ല. ഇതിനിടയിൽ വേറെ എന്തോ കളി നടക്കുന്നുണ്ട്. എന്തായാലും നിന്റെ അച്ഛനോട് ഒരുപാട് റെസ്പെക്റ്റും ബഹുമാനം അതുപോലെ തന്നെ വിശ്വസ്തതയും ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇന്ന് ഈ സമയത്ത് കോണർ പറയണേ, അതത്ര പോരാ, അത്ര ബഹുമാനം നീ കാണിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് ആ പ്രോഗ്രാമിൽ വെച്ച് പരസ്യമായിട്ടാണ് നീ ബഹളം ഉണ്ടാക്കിയത്. അതൊക്കെ മോശമല്ലേ ഫിന്നെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ ഫിന്ന് പറയാണ്, കോണർ റോണി നീ വല്ലാണ്ട് ചിലക്കാൻ നിൽക്കണ്ട. നിന്റെ സകലമാന ഉടായ്പകളും എനിക്ക് നന്നായിട്ട് അറിയാം. ഇടയ്ക്കിടക്ക് നീ എന്തിനാ ചിക്കാഗോയിലേക്ക് പോകുന്നത് എന്ന് വരെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് കൂടുതൽ എന്റെ അടുത്ത് നെഗളിക്കാൻ നിൽക്കണ്ടെന്ന് ഫിന്ന് പറയാണ്. കുറച്ചു നേരം നിശബ്ദമായിട്ട് കോണർ നിൽക്കാണ്. അടുത്ത നിമിഷം തന്നെ ഗണ്ണെടുക്കാണ്. ഫിന്നിന്റെ തലക്ക് നോക്കി ടേ ടേ രണ്ട് പൊട്ടിക്കല. സ്പോട്ടിൽ ഫിന്ന് മരിച്ചുപോയി. അതായത് അവന്റെ അച്ഛൻ അറിയാതെ തന്നെ കോണർ എന്തോ ഒരു പരിപാടി ഒപ്പിക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഇത് ആരും അറിയാതിരിക്കാനാണ് ഇവിടെ വെച്ച് തന്നെ ഫിന്നിനെ കൊന്നത്. മാത്രമല്ല ഈ ഫിന്നിന്റെ രണ്ട് ആൾക്കാർ അവിടെ ഉണ്ട്. സോ ആ ആൾക്കാര് കോണറിനെ കൊല്ലാതിരിക്കാൻ കോണറിന്റെ പ്രൊട്ടക്ഷൻ ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്ന മൈക്കിൾ എന്ത് ചെയ്തു, അതായത് നമ്മുടെ ചെറുക്കൻ ടോമിയുടെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്ന ഫിന്നിന്റെ ആൾക്കാരെ പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയാണ്. അല്ലെങ്കിൽ അവർ ഈ കോണറിനെ ഷൂട്ട് ചെയ്ത് കൊല്ലു. എന്തായാലും ഈ സംഭവമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കോണറിന്റെ അടുത്തേക്ക് വന്നിട്ട് മൈക്കിൾ പറയുന്നത്, ഏട്ടാ നീ എന്ത് അബദ്ധം ഈ കാണിച്ചത്? ആരെയും കൊന്നിരിക്കുന്നത്? ഫിന്നാണിത്. സംഗതി വലിയ പ്രശ്നമാവുമെന്ന് പറയുന്ന സമയത്താണ് ഈ കാര്യമെല്ലാം നേരിട്ട് കണ്ട നമ്മുടെ ടോമി ഉണ്ടല്ലോ, അവന്റെ ഭാഗത്ത് നിന്ന് അറിയാതെ ഒരു ഒച്ച ഉണ്ടായി പോകുന്നത്. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വന്ന മൈക്കിളും അതുപോലെ തന്നെ ഈ ഒരു കോണറും ഈ ഒരു കാര്യം കാണുകയാണ്. എന്നാൽ അവിടെ വെച്ച് കോണർ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ മൈക്കിൾ ആകെ പേടിച്ചുവാണ്. തന്റെ മകൻ ഈ ഒരു കാര്യം നേരിട്ട് കണ്ടു എന്ന് അവന്റെ അടുത്ത് പറയാണ്, ഇവിടെ കണ്ട ഒരു കാര്യം ആരോടും പറയാനോ സംസാരിക്കാനോ നീ നിൽക്കരുത്. എന്തായാലും നമുക്ക് വീട്ടിൽ പോകാന്ന് പറഞ്ഞിട്ട് ആ രാത്രിയിൽ തന്നെ അവനുമായിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ടോമിക്ക് അവന്റെ അച്ഛനെ കാണുമ്പോൾ തന്നെ ഒരു പേടിയൊക്കെ തോന്നുക. ഇന്നലെ രണ്ട് ആൾക്കാരെയാണ് ഒറ്റയടിക്ക് വെടിവെച്ച് കൊന്നത്. സോ എന്തോ പോലെയൊക്കെ ആയിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഇതേ സമയത്ത് തന്നെ ആ ജോണപ്പാപ്പൻ ഉണ്ടല്ലോ, ഗാങ്സ്റ്റർ തന്നെ, ഇയാള് വന്നിട്ട് നമ്മുടെ ടോമിയോട് നല്ല രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. എന്നാൽ എപ്പോഴും ഈ അപ്പാപ്പനെ കാണുമ്പോൾ തമാശയെല്ലാം പറയുന്ന ടോമിക്ക് ഇന്നെന്തോ ഒരു ഭയം പോലെ. അവനിപ്പോ അവന്റെ വഴിച്ചെലവിനായിട്ട് ഒരു ഇച്ചിരി കാശ് ഇപ്പൊ ജോണപ്പാപ്പൻ കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇന്നലെ കണ്ട രഹസ്യം നീ ആരോടും പറയാൻ നിൽക്കണ്ട കേട്ടോ, അതൊരു രഹസ്യമായിട്ട് തന്നെ നിന്റെ മനസ്സിൽ നിന്നോട്ടെ എന്ന് പറയാണ്. ഇപ്പൊ ഒന്നും മിണ്ടാതെ ടോമി അവിടെ നിന്ന് പോകുന്നുണ്ട്. സോ ഈ ജോണപ്പാപ്പനും അതുപോലെ തന്നെ ടോമിയും സംസാരിക്കുന്നതൊക്കെ നമ്മുടെ മൈക്കിളും കാണുകയാണ്. അങ്ങനെ മൈക്കിളിനോട് കൈ കാണിച്ച് ജോണപ്പാപ്പൻ അവിടെ നിന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ സ്കൂളിലെത്തിയ നമ്മുടെ ടോമിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം അലമ്പുള്ള ഒരു ചെക്കൻ തന്നെയാണ്. പിള്ളേരായിട്ട് അനാവശ്യമായിട്ട് അടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ സീൻ കട്ടായിട്ട് ഈ ഗ്യാങ്സ്റ്റേഴ്സ് വലിയ ബിസിനസ്സുകാർ ഇവരുടെ ഒരു മീറ്റിംഗിൽ കാണിക്കുകയാണ്. സോ ആ ഒരു മീറ്റിംഗിൽ ഇവരറിഞ്ഞു ഫിന്നിനെ കൊന്നത് ഈ കോണർ ആണെന്ന്. സോ എല്ലാവരുടെയും മുന്നിൽ കോണർ നിന്ന് അവന് പച്ചയായിട്ട് മാപ്പ് പറയേണ്ടി വരികയാണ്. സത്യം പറഞ്ഞാൽ അത് അവന് ഭയങ്കര ഒരു അപമാനമായിട്ട് തോന്നുകയാണ്. അങ്ങനെ പച്ചയ്ക്ക് എല്ലാവരോടും അവൻ മാപ്പ് പറയുന്നുണ്ട്, തെറ്റ് പറ്റിപ്പോയി എന്നൊക്കെ. എന്തായാലും ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോവാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ കോണർ അവിടെ വെച്ച് വല്ലാതെ ഇൻസൾട്ടഡ് ആവുന്നുണ്ട്. ഇതേ സമയം വലിയ കൂസലൊന്നും ഇല്ലാതെ അവന്റെ അച്ഛൻ ജോൺ അവിടെ നിൽക്കുന്നുണ്ട്. ജോണിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള മൈക്കിളിനെ എന്തോ ഒരു ജോലി അവിടെ വെച്ച് ജോൺ ഏൽപ്പിക്കുന്നുണ്ട്. ഇതേ നേരം സ്കൂളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോമി, അതായത് മൈക്കിളിന്റെ മകൻ സ്കൂളിൽ പോയിട്ട് ആകെ അലമ്പുണ്ടാക്കി എന്ന് പറയുന്നില്ലേ. സോ അവൻ ആ ഒരു ഫൈറ്റ് നടത്തിയത് കൊണ്ട് തന്നെ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ വലിയ ബോർഡിൽ ഒരുപാട് തവണ എംപോസിഷൻ എഴുതിക്കൊണ്ടിരിക്കുക. ഇതേ സമയം തന്നെ ടോമിയുടെ അച്ഛൻ മൈക്കിള് ഇവന്റെ ബോസ് ആയിട്ടുള്ള ആ ഒരു ജോണപ്പാപ്പന് ഒരു പണി കൊടുത്തല്ലോ, അത് ചെയ്യാൻ വേണ്ടി പോവാണ്. പണി എന്താന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് മേടിച്ച ഒരാളുണ്ട്. അതിന്റെ പലിശയും മുതലൊക്കെ ആയിട്ട് വലിയൊരു തുകയായിട്ടുണ്ട്. സോ അത് മേടിക്കാനാണ് മൈക്കിൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇപ്പൊ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വന്ന ഈ കോണർ പറയാണ്, ഇതാ ഈ ലെറ്റർ കൂടെ ഒന്ന് അവന്റെ കയ്യിൽ കൊടുക്കണം കേട്ടോ, അച്ഛൻ തന്നെയാണ്, ആ കൊടുത്താലെന്ന് പറഞ്ഞിട്ട് മൈക്കിൾ ഇപ്പൊ ആ ഒരു ലെറ്ററുമായിട്ട് നേരെ അയാളുടെ അടുത്തേക്ക് എത്തുകയാണ്. അവിടെ അയാളുടെ ആ ഒരു കാവൽക്കാരും അതുപോലെ പൈസ തരാനുള്ള ആ ആളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് മൈക്കിൾ ആ ഒരു ലെറ്റർ കൊടുക്കണം. മാത്രമല്ല ജോൺ റോഡിയുടെ കയ്യിൽ നിന്നും മേടിച്ച ആ ഒരു കാശ് അതെന്തായാലും വേഗം തന്നെ വേണമെന്ന് പറയാണ്. ഇപ്പൊ ആ കടം കൊടുക്കാനുള്ള ആളുണ്ടല്ലോ, ആ കത്ത് മേടിക്കുകയാണ്, അത് വായിക്കുകയാണ്. അത് വായിച്ച പാടിന് ഇയാളുടെ മുഖം ഒന്ന് മാറുന്നുണ്ട്. മാത്രമല്ല ഇയാൾ ചുറ്റും നോക്കുകയാണ്. ഇപ്പൊ തന്നെ മൈക്കിളിന് എന്തോ ഒരു കാര്യം ഇങ്ങനെ മണത്ത് കേട്ടോ. പതിയെ ഈ പൈസ കൊടുക്കാനുള്ള ആള് ഇയാളുടെ ആ ഒരു ഗണ്ണിലേക്ക് കൈ വെക്കാൻ നിൽക്കുന്നതിന് മുന്നേ തന്നെ മൈക്കിൾ ആ ഒരു ഗണ്ണ് എടുക്കുകയാണ്. ഇയാളുടെ നെറ്റിയിൽ നോക്കി ഒരേറ്റ പൊട്ടിക്കലാണ്. അതുപോലെ തന്നെ ഇയാളുടെ രണ്ട് കാവൽക്കാരെയും അപ്പൊ തന്നെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ഇതിനുശേഷം ഈ കോണർ തന്ന ആ ഒരു ലെറ്റർ ഉണ്ടല്ലോ, അത് ഈ മൈക്കിൾ വായിച്ചു നോക്കുകയാണ്. ശരിക്കും അവൻ ഷോക്കായി പോയി. അതിൽ എഴുതിയത് എന്താ വെച്ചാൽ, ഈ കത്തുമായിട്ട് വരുന്ന മൈക്കിൾ സലിവാൻ അവനെ കൊല്ലുകയാണെങ്കിൽ നിന്റെ കടം മുഴുവൻ എഴുതി തള്ളുവെന്ന്. ആരാണ് ഈ പരിപാടി ചെയ്തത്? കോണർ തന്നെ. കോണറാണ് ഈ മൈക്കിളിനെ ഇല്ലാതാക്കാൻ നോക്കിയത്. അങ്ങനെയാണെങ്കിൽ മൈക്കിളിന്റെ ഫാമിലി ഇല്ലാതാക്കാനായിട്ട് ഓൾറെഡി കോണർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാവും. വേഗം തന്നെ മൈക്കിൾ ഭാര്യയെ വിളിക്കുകയാണ്. പക്ഷെ ഭാര്യയും ഇളയ മകനായിട്ടുള്ള പീറ്ററാണ് വീട്ടിലുണ്ടായിരുന്നത്. രണ്ടുപേരും എന്തോ ഒരു
ഒരു തിരക്കിലായതുകൊണ്ട് ഫോൺ എടുക്കുന്നില്ല. ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് ഈ കോണർ വരികയാണ്. ഒരു കരുണയും കാണിക്കാതെ നമ്മുടെ മൈക്കിളിന്റെ ഭാര്യയായിട്ടുള്ള ആനി അതുപോലെ തന്നെ ഇളയ മകനായിട്ടുള്ള പീറ്ററെ അവിടെ വെച്ച് വെടിവെച്ച് കൊന്നുകളയാണ്. എന്നാൽ അവനിങ്ങോട്ട് ശരിക്കും വന്നത് മൂത്ത മകനായിട്ടുള്ള ടോമിയെ കൊല്ലാനായിട്ടായിരുന്നു. എന്നാൽ സ്കൂളിൽ വെച്ച് പണിഷ്മെന്റ് കിട്ടിയത് കൊണ്ട് തന്നെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് കൊണ്ട് ഒരുപാട് വൈകിയിരുന്നു. അതുകൊണ്ട് ടോമി രക്ഷപ്പെട്ടു. എന്നാൽ പുറത്തുണ്ടായിരുന്ന ടോമി അവന്റെ അമ്മയും അനിയനെയും ഇതുപോലെ കോണർ വെടിവെച്ച് കൊല്ലുന്നത് അവൻ നേരിട്ട് കണ്ടു. അവൻ വല്ലാതെ ഷോക്കായി പോയി. അധികം വൈകാതെ തന്നെ മൈക്കിൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. മൈക്കിൾ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? ബാത്റൂമിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഭാര്യയായിട്ടുള്ള ആനിയും അതുപോലെ തന്നെ ഇളയ ചെറുക്കൻ പീറ്ററിനെയും. ഈ ഒരു കാര്യം കണ്ട് ദാരുണമായ കാര്യമാണ്. ഇത് കണ്ട് കരഞ്ഞ് ഈ മനുഷ്യൻ തളർന്ന് അവിടെ ഇരുന്നു പോവാ. ഇതേ സമയത്തിന് ആ ഒരു ജോൺ അപ്പാപ്പനെ നോക്കുകയാണെങ്കിൽ ഇയാളുടെ മകനായിട്ടുള്ള കോണറിനെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. എടാ 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 നീ എന്താ അബദ്ധാണ് ഈ കാണിച്ചത്? ആരുടെ കുടുംബത്തിന്റെ ദേഹത്താ നീ കൈവച്ച് കളിച്ചെന്ന് ഓർമ്മയുണ്ടോ? മൈക്കിളിന്റെ കുടുംബത്തിൽ. അവനെ ആരാന്ന് നിനക്ക് വല്ല ധാരണയുണ്ടോ? നശിച്ചവനെന്ന് പറഞ്ഞിട്ട് ഈ അപ്പാപ്പൻ അവനെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. എടാ 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 എന്നെങ്കിലും ഞാൻ നരകിച്ച് ചാവുകയാണെങ്കിൽ അതിന്റെ കാരണക്കാരൻ നീ ആയിരിക്കും. എങ്ങനെയാടാ എന്റെ മകനായിട്ട് നീ വന്ന് ജനിച്ചത്? ഇതേ സമയത്ത് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കോണർ പറയണ്, അച്ഛാ ഞാനാകെ പേടിച്ചു പോയി അച്ഛാ. ഇനി ആ ചെറുക്കനെങ്ങാനും പോയിട്ട് ഇത് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഓൾറെഡി ഞാൻ നാണം കെട്ടു. അതിന്റെ പുറമെ വേറെ വല്ല പ്രശ്നവും വരുമോ എന്ന ആ ഒരു പേടിയിലാണ് ഞാൻ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. ഇതുപോലെ തന്നെ ഈ ജോൺ റോണി ഇയാളുടെ മകനല്ലേ കോണർ. സോ മകനെ പ്രൊട്ടക്ട് ചെയ്യാല്ലാതെ ഇയാൾക്ക് വേറെ ഒരു വഴിയില്ല. തെറ്റ് ചെയ്തിട്ടും കോണറിനെ ഇപ്പോൾ ജോൺ കെട്ടിപ്പിടിച്ച് നിൽക്കാണ്, പേടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ ജോൺ അപ്പാപ്പന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഭയങ്കര ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു വെപ്പണിയാണ് ഇയാൾ നോവിച്ചിരിക്കുന്നത്. അതായത് ഇയാളുടെ മകൻ. ഇവർക്കുള്ള കുഴി ഇവർ തന്നെ തോണ്ടിയെന്ന് പറയാലോ. ഇതേ സമയത്ത് ഇപ്പോൾ മൈക്കിൾ ഉണ്ടല്ലോ, മകനായിട്ടുള്ള ടോമിയുടെ കയ്യിൽ ഒരു ഗണ്ണ് കൊടുത്തിട്ട് അവരുടെ ആ ഒരു വാഹനത്തിൽ കയറി ഇരിക്കാൻ വേണ്ടി പറയാണ്, സേഫ് ആയിട്ടിരിക്കാൻ. കാരണം ശരിക്കും ഈ ടോമിയെ കൊല്ലാനാണ് കോണർ വന്നത്. എന്നാൽ ടോമിയെ അവർക്ക് കിട്ടിയില്ല. മാത്രമല്ല മൈക്കിളിനോട് സമാധാനം സംസാരിക്കാനായിട്ട് ഈ ജോൺ അപ്പാപ്പന്റെ ഒരു പാർട്ട്ണർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കൂടെ തന്നെ ഇയാളുടെ കയ്യിൽ വലിയൊരു പെട്ടി നിറച്ചും കാശുണ്ടായിരുന്നു. ഈ കാശെടുത്ത് നീ മറ്റൊരു നാട്ടിൽ പോയിട്ട് സെറ്റിൽ ആയിട്ട് നിന്നോ. തൽക്കാലം പ്രതികാരം റിവെഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നാട്ടിലേക്ക് ഇനി വരാൻ നിൽക്കണ്ട, അതിന്റെ പിന്നാലെ നടക്കാനും നിൽക്കണ്ട. ഇത് കേട്ട സമയത്ത് മൈക്കിളിന്റെ അവസ്ഥ എന്തായിരിക്കും? സ്വന്തം ഭാര്യയും മകനെയും കൊന്നു കളഞ്ഞു. അതിന്റെ പേരിൽ അവരുടെ ചോരയ്ക്ക് പകരമായിട്ട് കാശ് കൊടുത്തിരിക്കുകയാണ്. മൈക്കിൾ അത് മേടിക്കുകയോ? അതിന് മൈക്കിൾ അല്ലാതിരിക്കണം. ഈ പൈസ എന്റെ വീട്ടിൽ വെച്ച് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നതെന്ന് പറഞ്ഞിട്ട് ഈ ജോൺ അപ്പാപ്പന്റെ ആ ഒരു പാർട്ട്ണർ അവിടെ വെച്ച് തന്നെ മൈക്കിൾ ഒറ്റ വെട്ടിക്ക് കൊന്നുകളയാണ്. അതായത് ഇവിടെ ഒരു യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ജോൺ അപ്പാപ്പനും അയാളുടെ ആ ഒരു ടീമും ഗ്യാങ്സ്റ്റേഴ്സ് ആണ്. പക്ഷേ മറുഭാഗത്ത് ഒറ്റയ്ക്ക് നമ്മുടെ മൈക്കിളും. മൈക്കിൾ എന്തായാലും മകനായിട്ടുള്ള ടോമിയും കൂട്ടിയിട്ട് നേരെ ചിക്കാഗോയിലേക്ക് പോവാണ്. അതൊരു വലിയ നഗരമാണ്. അവിടെ വെച്ച് മറ്റൊരാളെ കാണാനായിട്ട് ഇപ്പൊ മൈക്കിൾ പോവാണ്. അതിന് മുന്നേയായിട്ട് ടോമിയെ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് ഇരുത്തുന്നുണ്ട്. ഇതിനുശേഷം നേരെ പോകുന്നത് ഈ ടൗണിലെ തന്നെ ഏറ്റവും വലിയൊരു ഗ്യാങ്സ്റ്റർ ഉണ്ടല്ലോ, ഇയാളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അയാളുടെ സെക്രട്ടറി ആയിട്ടുള്ള ഫ്രാങ്കിന്റെ അടുത്തേക്കാണ്. ഫ്രാങ്കിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയണം, എന്റെ നാട്ടിൽ ഇതുപോലെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ കൂടെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ലൈഫ് ടൈം നിങ്ങളുടെ ആ ഒരു ടീമിൽ ഞാൻ ജോലി ചെയ്യും. ഞാൻ കൂടെ നിന്ന് അറിയാലോ, അതിൻ്റെതായ ആ ഒരു ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. നല്ല കഴിവുള്ള ഒരു ഗൺമാൻ, അതുപോലെ തന്നെ കൂടെ നിന്നാൽ ചങ്ക് പറിച്ചു കൊടുക്കുന്ന ഒരു ജാതി തന്നെയാണ് നമ്മുടെ മൈക്കിള്. സോ ഫ്രാങ്കിന് ഇവരെ കൂടെ നിർത്തുകയാണെങ്കിൽ അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് എന്ന് ഇവിടെ വെച്ച് ഫ്രാങ്ക് പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, ഞങ്ങളുടെ കൂടെ കൂടിക്കോ, ഒരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ ബോസ് എന്തായാലും നിന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാം. പക്ഷേ പ്രതികാരം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ജോണിനെയും അതുപോലെ തന്നെ അയാളുടെ മകനായിട്ടുള്ള കോണറിനെയും അവരെ കൊല്ലാനായിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ പ്രശ്നങ്ങളുണ്ട്. കൂടാതെ നിനക്കൊരു മകൻ കൂടെ ബാക്കിയില്ലേ, ടോമി. അവന്റെ ജീവൻ കൂടെ നിനക്ക് നഷ്ടാവും. അവസാനം നീയും മരിക്കും. നഷ്ടം നിനക്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് ഒരു റിസ്ക് എടുക്കണം. ഒന്നും മിണ്ടാതെ ഒരു പ്രതികാരം ഒന്നും വേണ്ട, ഞങ്ങളുടെ കൂടെ കൂടിക്കോ, ഞങ്ങൾ കൂടെ കൂട്ടിക്കോളാം. ഈ രീതിയിൽ ഫ്രാങ്ക് സംസാരിച്ചപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു മൈക്കിളിന് ഒരു കാര്യം മനസ്സിലായി. ഇവര് ഓൾറെഡി ഇൻഡയറക്റ്റ് ആയിട്ട് ആ ജോണപ്പാപ്പനെയും കോർണറിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവരൊക്കെ അന്തർധാരയിൽ ആ ഒരു ബന്ധം നല്ല ശക്തമായിട്ടുണ്ട്. ഇവിടെ വെച്ച് കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് മനസ്സിലായ മൈക്കിൾ ഇപ്പോ ഓക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ ഈ സെക്രട്ടറി ഫ്രാങ്ക് ഉണ്ടല്ലോ, മൈക്കിൾ പോയി എന്ന് ഉറപ്പായപ്പോ ഇയാളുടെ മുറിയുടെ അവിടെ ഒരു ഡോർ ഉണ്ട്. അത് തുറന്ന് ഉള്ളിലേക്ക് പോയപ്പോ അതിന്റെ ഉള്ളിൽ ജോൺ റോണിയും ഉണ്ട്, അതുപോലെ കോണർ റോണിയും ഉണ്ട്. രണ്ടുപേരും സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് വിളിച്ചിരിക്കുകയാണ്. ഇവരുടെ പ്രൊട്ടക്ഷനിൽ തന്നെയാണ് ഈ കോണർ ഉള്ളത്. ഇപ്പൊ ഭയങ്കര ദേഷ്യത്തിൽ കോണർ പറയണം, എന്റെ പൊന്നപ്പ അവൻ എങ്ങനെയെങ്കിലും തട്ടിക്കളയണം, വെച്ചോണ്ടെന്നാൽ ശരിയാവില്ല, നമുക്കത് പണിയാവുമെന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ ജോണ് അവസാനം മനസ്സ് കല്ലാക്കി ആ ഒരു തീരുമാനം എടുക്കുകയാണ്, അവനെ കൊന്നുകളയാന്ന്. മനസ്സ് കല്ലാക്കിയെന്ന് പറയാൻ കാരണം ജോൺ ചെറുപ്പം മുതലേ എടുത്ത് വളർത്തിയ ആളാണ് ഈ മൈക്കിൾ. അത്ര ഇഷ്ടമായിരുന്നു മൈക്കിളിനെ. പക്ഷെ സ്വന്തം മകന്റെ കാര്യം വരുമ്പോൾ അവിടെ ഏതൊരാളും ഒന്ന് സ്വാർത്ഥനാവുമല്ലോ, അതുപോലെ ജോണും ഒന്ന് സ്വാർത്ഥനായി. അങ്ങനെ സെക്രട്ടറി ആയിട്ടുള്ള ഈ ഫ്രാങ്കിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഭയങ്കര ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു സൈക്കോ കില്ലറെ തന്നെ മൈക്കിളിനെ കൊല്ലാനായിട്ട് ഏൽപ്പിക്കുകയാണ്. ഇതിനുശേഷം തന്നെ നഗരത്തിലെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറെ കാണിക്കുകയാണ്. ക്രൈം സീൻ നടന്നു കഴിഞ്ഞാൽ അവിടെ വന്ന് ഡെഡ് ബോഡിയുടെ ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആളാണ് ഈ ഫോട്ടോഗ്രാഫർ. അങ്ങനെ പോലീസുകാർ ഇയാൾ വിളിച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ഇയാൾ വന്നിരിക്കുകയാണ്. അങ്ങനെ പോലീസുകാരൊന്നും ഇല്ലാത്ത സമയം നോക്കിയിട്ട് ഇയാൾ നല്ലൊരു ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഈ ഫോട്ടോഗ്രാഫർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. അതായത് ഇപ്പൊ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്ന ആളുണ്ടല്ലോ, അയാൾ യഥാർത്ഥത്തിൽ മരിച്ചിട്ടില്ല. കത്തി നെഞ്ചിൽ കയറിയിട്ടും ഒരിച്ചിരി ജീവൻ അയാൾക്ക് ബാക്കിയുണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫർ അവിടെ വെച്ച് എന്താ ചെയ്തതെന്നറിയോ? ആ കത്തി പതിയെ ഇയാളുടെ നെഞ്ചിലേക്ക് ചവിട്ടി താഴ്ത്തി ഇയാളെ ശ്വാസം മുട്ടിച്ച് അവിടുന്ന് കൊന്നു കളഞ്ഞതിന് ശേഷം ഫോട്ടോ നന്നായിട്ട് എടുക്കുകയാണ്. ഇതിനുശേഷം ആ എടുത്ത ഫോട്ടോ ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഫ്രെയിം ചെയ്തിട്ട്
അവന്റെ വീട്ടിൽ കൊണ്ടുവെക്കാണ്. ഇതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോസ് അവൻ എടുത്തിട്ടുണ്ട്. അതിന്റെ എല്ലാം ചിത്രം അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഒരു സൈക്കോ. എന്തായാലും ഈ സമയത്താണ് ഫ്രാങ്ക് ഉണ്ടല്ലോ സെക്രട്ടറി, ഇയാള് വിളിക്കുന്നത്, കൊട്ടേഷൻ ഏൽപ്പിക്കുന്നത്. അതായത് മൈക്കിളിനെ കൊല്ലാനുള്ള കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് ഈ സൈക്കോ ഫോട്ടോഗ്രാഫർക്കാണ്. ഇതേ നേരം മൈക്കിൾ ആണെങ്കിൽ മകനായിട്ടുള്ള ടോമിയും കുട്ടിക്കൊണ്ട് അവന്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. എന്നാൽ മുത്തശ്ശി വീട്ടിലുണ്ടായിരുന്നില്ല. മുത്തശ്ശി ഇപ്പൊ എവിടെയാണ്? മൈക്കിളിന്റെ വീട്ടിലാണ്. അവിടെ ആനി അതുപോലെ തന്നെ ഇളയ മകനായിട്ടുള്ള പീറ്ററും മരിച്ചല്ലോ. അവരുടെ ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ മുത്തശ്ശി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് വിളിച്ചിട്ട് മൈക്കിൾ അമ്മയോട് പറയാണ്, അമ്മ എന്തായാലും മോനെയും കൂട്ടി ഞാൻ അങ്ങോട്ടേക്ക് വരികയാണ്. ഇപ്പൊ മുത്തശ്ശി പറയണം, മോനെ ശ്രദ്ധിച്ചു പോകണം കേട്ടോ, 2 ദിവസം കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം. അങ്ങനെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ഇവർ നേരെ പൊക്കോണ്ടിരിക്കുകയാണ്. എന്നാൽ ആ വീട്ടിൽ വെച്ച് മുത്തശ്ശി സംസാരിക്കുന്നത് മറ്റൊരു ടെലിഫോണിലൂടെ ഈ ഒരു കില്ലർ ഉണ്ടല്ലോ ഇവൻ കേൾക്കുകയാണ്. വെറും കില്ലർ അല്ല, സൈക്കോ കില്ലർ. പിന്നീട് അതേ നമ്പറിലേക്ക് തന്നെ റീഡയൽ ചെയ്തിട്ട് എവിടുന്നാണ് മൈക്കിൾ വിളിച്ചതെന്ന് ഇവ മനസ്സിലാക്കുകയാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞു പോയി രാത്രി വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ പോകുന്ന വഴിയിൽ വിശന്നപ്പോ മൈക്കിൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിലെ സെറ്റിൽ നിർത്തുകയാണ്. ടോമിയോടും ഇതുപോലെ കഴിക്കാൻ വരുന്നത് ചോദിച്ചപ്പോൾ അവന് ഫുഡൊന്നും വേണ്ട, ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. വലിങ്ങനെ നിർബന്ധിക്കാതെ മൈക്കിൾ മാത്രമായിട്ട് ഉള്ളിലേക്ക് കയറി പോവാണ്. ഇതേ സമയത്ത് തന്നെ ആ സൈക്കോ കില്ലർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മൈക്കിളുടെ കാർ ഇയാൾ കാണുകയാണ്. അങ്ങനെ പതിയെ ഉള്ളിലേക്ക് വന്ന ഈ സൈക്കോ കില്ലർ ഉണ്ടല്ലോ ഉള്ളിൽ വെച്ച് മൈക്കിളിനെ കാണുകയാണ്. ഈ വന്ന ആളുടെ ആറ്റിറ്റ്യൂഡ്, ആ ഒരു നോട്ടം, ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ നമ്മുടെ മൈക്കിളിന് എന്തോ ഒരു സംശയം തോന്നിയിട്ട് ടേബിളിൽ നിന്ന് ഒരു കത്തി എടുത്ത് കയ്യിൽ വെക്കുകയാണ്. ഇതേ നിമിഷം തന്നെ മൈക്കിളിനെ കൊല്ലണം എന്ന ആ ഒരു കില്ലർ വിചാരിച്ചെങ്കിലും അവിടെ തന്നെ ഒരു പോലീസുകാരനുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാന്ന് ഈ കില്ലർ വിചാരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മൈക്കിൾ ആ കത്തിയുമായിട്ട് നേരെ ടോയ്ലറ്റിലേക്ക് പോവാണ്. ഇപ്പൊ വരും, പോയി വന്നിട്ട് അവന് ഷൂട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു പ്ലാനിൽ കില്ലർ അവിടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പിറകിൽ ആ ഒരു വാതിലും തുറന്ന് മൈക്കിൾ ടോമിയുമായിട്ട് അവരുടെ വണ്ടി കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടുകയാണ്. കില്ലർ ആണെങ്കിൽ പുറത്തേക്ക് ഓടി വന്നിട്ട് ഇയാളുടെ വണ്ടി എടുക്കാൻ നോക്കുമ്പോൾ ഓൾറെഡി ഇറങ്ങുന്നതിന് മുന്നേ തന്നെ മൈക്കിൾ ഇവന്റെ ടയർ ഉണ്ടല്ലോ ആ കത്തി വെച്ച് കുത്തി പഞ്ചറാക്കിയിരുന്നു. ആകെ ഭ്രാന്തിളകിയ ഈ കില്ലർ ആണെങ്കിൽ ഇവരുടെ ആ ഒരു വാഹനത്തിന് നേരെ നോക്കി ഷൂട്ട് ചെയ്യാണ്. എന്നാൽ അപ്പോഴേക്കും നമ്മുടെ ടോമിയോട് കുനിഞ്ഞിരിക്കാൻ പറയണം, അല്ലെങ്കിൽ അവന്റെ തല എന്നെ ചെതറിപ്പോയാണ്. ഇപ്പൊ ഈ വെടിവെച്ചയും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പോലീസുകാർ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ ഇവിടെ സംഭവിക്കുന്നത്, എന്തിനാ ആയുധം ഉപയോഗിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ദേഷ്യം കാരണം ഈ കില്ലർ ആ പോലീസുകാരനെ തന്നെ വെടിവെച്ച് കൊന്നുകളയാണ്. അതായത് ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കില്ലറാണത്. പിന്നെ ആ ഒരു വണ്ടിയുമായിട്ട് രക്ഷപ്പെട്ടു പോയ മൈക്കിൾ ഇനി എന്തായാലും അമ്മയുടെ വീട്ടിലേക്ക് പോകണ്ട, കാരണം അങ്ങോട്ടേക്ക് പോയാൽ ഉറപ്പായിട്ട് ഈ കില്ലർ അവന്റെ പിന്നാലെ തന്നെ വരും. സോ ലൊക്കേഷൻ മാറ്റുകയാണ്. അതുപോലെ തന്നെ പ്ലാനും മാറ്റുന്നുണ്ട്. ഈ കില്ലറെ ശരിക്കും ഈ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടാവുക ഇവിടുത്തെ ആ ഒരു ഗ്യാങ്സ്റ്റർ ഉണ്ടല്ലോ ഇയാളുടെ സെക്രട്ടറി ആയിട്ടുള്ള ഫ്രാങ്ക് ആയിരിക്കും. പക്ഷെ എന്തിനാ ഈ ഫ്രാങ്ക് ഇങ്ങനെ ഈ ജോണിയും കോർണറിനെയും ഹെൽപ്പ് ചെയ്യുന്നത്? അതൊക്കെ പോട്ടെ, ഇവർ തമ്മിൽ തെറ്റിപ്പിച്ച് ഇവിടുത്തെ ആ ഒരു ബോസ്, ഇവിടുത്തെ ആ ഒരു ഗ്യാങ്സ്റ്ററെ കൂടെ നിർത്താൻ തന്നെ മൈക്കിൾ തീരുമാനിക്കുകയാണ്. കൂടെ നിർത്താൻ മീൻസ് അയാൾക്കിട്ടൊരു പണി കൊടുത്ത് അയാളെ വരുതിയിലാക്കുക. അതിനായിട്ട് മൈക്കിൾ പ്ലാൻ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഇവിടുത്തെ ഈ ഒരു ഗ്യാങ്സ്റ്റർ ഉണ്ടല്ലോ ഇവരുടെ ഇടപാടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് മൈക്കിളിന് നന്നായിട്ട് അറിയാം. സോ അയാളുടെ ആ ഒരു സമ്പത്ത് അടിച്ചു മാറ്റാന്ന് മൈക്കിൾ തീരുമാനിക്കുക. അതിനു വേണ്ടി തന്നെ അവന്റെ മകൻ ടോമിയുടെ ഹെൽപ്പ് നന്നായിട്ട് വേണം. സോ ടോമിയെ ഡ്രൈവ് ചെയ്യാൻ അറിയില്ലായിരുന്നു, അവനെ കാർ ഓടിപ്പിക്കാനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നുകൊണ്ട് അവൻ ആ ഒരു റോഡ് വരെ മര്യാദക്ക് കാണാൻ പറ്റുന്നില്ല. എന്നിരുന്നാലും മൈക്കിൾ നന്നായിട്ട് തന്നെ ടോമിയെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. അവനാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ഇപ്പൊ വണ്ടി ഓടിക്കുകയും ചെയ്യും. അങ്ങനെ രണ്ടുപേരും കൂടെ പിറ്റേ ദിവസം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫേമസ് ബാങ്കിലേക്ക് ചെല്ലുകയാണ്. എത്തിയ പാട് തന്നെ ഗണ്ണെടുത്ത് അവിടുത്തെ ബാങ്ക് മാനേജറുടെ തലയിൽ വെച്ചിട്ട് പറയാം, എനിക്ക് ഇവിടെയുള്ള എല്ലാവരുടെയും കാശൊന്നും വേണ്ട, അയാളുണ്ടല്ലോ അതായത് ഈ നാട്ടിലെ ആ ഒരു ഗ്യാങ്സ്റ്റർ അയാളുടെ കാശ് മാത്രം മതി എന്ന് പറയാണ്. പൈസ കൊടുത്തില്ലെങ്കിൽ അതുപോലെ ഇട്ട് പൊട്ടിക്കും. ഒരു നിർവാഹവും ഇല്ലാത്തതുകൊണ്ട് ബാങ്ക് മാനേജർ ആ ഒരു കാശ് കൊടുക്കുകയാണ്. മാത്രമല്ല ഇതിനുശേഷം മൈക്കിൾ പറയുന്നുണ്ട്, ഈ കാശ് ഇവിടെ വന്ന് കൊണ്ടുപോയത് ഞാനാണെന്ന് നീ തന്നെ വിളിച്ചു പറയണമെന്ന് പറയണം. പോരാത്തതിന് പോകുന്ന സമയത്ത് ഒരു കെട്ട് പണം എടുത്തിട്ട് ഈ മാനേജർക്കും കൊടുക്കുകയാണ്. പുറത്തേക്ക് വന്ന സമയത്ത് മൈക്കിളിനെ കൂട്ടാനായിട്ട് ടോമി കാറുമായിട്ട് അങ്ങോട്ടേക്ക് വരിക. ഇതേ കാര്യം തന്നെ പല ബാങ്കിലും പോയിട്ട് മൈക്കിൾ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇത്ര നിസാരമായിട്ട് മൈക്കിളിന് കാശ് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രേഖയിലും പെടാതെ ബാങ്കിലെ മാനേജർമാർക്ക് പൈസ ഇങ്ങനെ സൂക്ഷിക്കാനായിട്ട് ആ ഒരു ഗ്യാങ്സ്റ്റർ കൊടുത്തിട്ടുണ്ട്. രേഖകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ പുറത്ത് തന്നെ ഒരു കംപ്ലൈന്റും കൊടുക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ പല ഭാഗത്തുനിന്നും ഒരുപാട് പണം ഇവരിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു കാര്യം ആരും അറിയാണ്? ഫ്രാങ്ക് അറിയാണ്. ഇവന്റെ ബോസിന്റെ കാശല്ലേ ഈ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം വേഗം തന്നെ ജോണിനെയും കോർണറിനെയും വിളിച്ച് പറയുന്നുണ്ട്. സംഗതി ഇങ്ങനെ പാളിക്കെടുക്കാണ്, ഒരുപാട് നഷ്ടം ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞു, എന്തായാലും നമ്മൾ കുറച്ച് കെയർ ആയിട്ട് ഇരിക്കണം എന്ന് പറയാണ്. ഇതേ സമയത്ത് കോർണർ റോണി പറയാണ്, എന്നെ ഇങ്ങനെ ഈ റൂമിൽ ഒരു ജയിലിൽ പൂട്ടിയിട്ടതുപോലെ എനിക്ക് നിൽക്കാൻ പറ്റില്ല, എനിക്ക് പുറത്തു പോകണം എന്നൊക്കെ ഈ കോർണർ പറഞ്ഞപ്പോ ഫ്രാങ്ക് പറയാണ്, ചിലക്കാതെ അവിടെ ഇരുന്നോ, നിന്റെ തന്ത ആ ജോൺ റോണി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നീ ജീവനോടെ ഇങ്ങനെ നിൽക്കുന്നത്, അല്ലെങ്കിൽ പണ്ടേ നിന്നെയൊക്കെ തട്ടിയിട്ടുണ്ടാവും വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട്, അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോന്ന് പറയണം. ഇപ്പൊ കോർണറിനും വേറെ വഴിയൊന്നുമില്ല. ഇതേ സമയത്ത് തന്നെ മറ്റൊരു ബാങ്കിലേക്ക് മൈക്കിൾ മകനുമായിട്ടുള്ള ടോമിയുമായിട്ട് ചെല്ലുകയാണ്. എപ്പോഴത്തെയും പോലെ ബാങ്കിലേക്ക് ചെന്ന് കാശെടുക്കാൻ വേണ്ടി പറയണം. എന്നാൽ മാനേജർ പറയാണ്, ആ ഗ്യാങ്സ്റ്ററുടെ അക്കൗണ്ട് വന്നിട്ട് കുറച്ചു നേരം മുന്നെയാണ് പണം മുഴുവൻ പിൻവലിച്ചു ഇവിടുന്ന് പോയത്. ഓഹോ, അങ്ങനെ ഒരു പരിപാടി അവർ ചെയ്തല്ലേ. ആ അക്കൗണ്ടിന്റെ അഡ്രസ് ഇങ്ങതാന്ന് പറഞ്ഞിട്ട് അതും മേടിച്ച് മൈക്കിളും അതുപോലെ തന്നെ ടോമി നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ഇപ്പൊ ആ ഒരു അക്കൗണ്ടന്റ് താമസിക്കുന്ന ആ ഒരു ഹോട്ടൽ ഉണ്ടല്ലോ അതിന്റെ മുന്നിലേക്ക് മൈക്കിൾ എത്തുകയാണ്. ഹോട്ടലിലേക്ക് പോകുന്നതിന് മുന്നേ ടോമിയോട് പറയാണ്, അനാവശ്യമായിട്ട് കാറിന്റെ പുറത്തേക്ക് നീ വരാൻ നിൽക്കരുത്, സൂക്ഷിച്ചു നിൽക്കുക. സപ്പോസ് എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരികയെന്ന് തോന്നിക്കഴിഞ്ഞാൽ പോലും പറയാനായിട്ട് നീ അങ്ങോട്ടേക്ക് വരാൻ പാടില്ല, പകരം ഒരു 2-3 തവണ നീ ഹോൺ അടിച്ചാൽ മതി. ഇതും പറഞ്ഞ് മൈക്കിൾ നേരെ ആ അക്കൗണ്ടന്റ് ഉണ്ടല്ലോ ഇയാളുടെ മുറി തേടി പോവാണ്. മാത്രമല്ല മുറി കണ്ടുപിടിച്ചു, ഇയാളെ ഗൺ പോയിന്റിൽ നിർത്തുകയാണ്. ഇയാൾ പിൻവലിച്ച മുഴുവൻ കാശ്
അത്യാവശ്യം തരാൻ വേണ്ടി പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ അക്കൗണ്ടിന് താമസിക്കുന്ന ഈ മുറിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു ബിൽഡിംഗ് ഉണ്ട്. അതിൽ തന്നെ ഈ ഒരു സൈക്കോ കില്ലറും ഉണ്ടായിരുന്നു. അക്കൗണ്ടിനെ തേടി ഇങ്ങോട്ടേക്ക് നമ്മുടെ മൈക്കിൾ വരുമെന്ന് അവന് നന്നായിട്ട് അറിയായിരുന്നു. സോ ഇതൊരു തരം ട്രാപ്പായിരുന്നു. ആ ട്രാപ്പിലേക്ക് മൈക്കിൾ വന്ന് ചാടി കൊടുക്കുകയും ചെയ്തു. ഇപ്പൊ അങ്ങോട്ടേക്ക് ആ ഒരു കില്ലർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ആ അക്കൗണ്ടന്റ് ആണെങ്കിൽ ഈ പൈസ ഇങ്ങനെ എടുത്തു കൊടുത്തുകൊണ്ട്, അതായത് അതുമായി ബന്ധപ്പെട്ട് ഓരോ ഡോക്യുമെന്റ് കൊടുത്തുകൊണ്ട് തന്നെ ഈ മൈക്കിളിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇവിടുത്തെ ആ ഒരു ഗ്യാങ്സ്റ്റർ, അവരുടെ ആ ഒരു സെക്രട്ടറി ആയിട്ടുള്ള ഫ്രാങ്ക്, ഇവരെല്ലാവരും ഈ ഒരു കോർണറിന്റെ കൂടെ മാത്രമേ നിൽക്കുകയുള്ളൂ. കാരണം എന്താ വെച്ചാൽ അവർക്ക് എല്ലാവർക്കും വേണ്ടി എന്തോ കാര്യമായിട്ടുള്ള ഒരു ജോലി ഈ കോർണർ ചെയ്യുന്നുണ്ട്. സോ ഒരു കാരണവശാലും കോർണർക്കെതിരെയായിട്ട് ഇവിടുത്തെ ആ ഒരു ഗ്യാങ്സ്റ്ററും ഫ്രാങ്കും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ആ ഒരു പെട്ടി തുറക്കുന്നതിൽ ഭയങ്കര ലാഗ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ അക്കൗണ്ടന്റ്. എന്താ, ഈ അക്കൗണ്ടിന് നന്നായിട്ട് അറിയാം ഇയാളുടെ അടുത്തേക്ക് ആ ഒരു കില്ലർ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ആ ഒരു പെട്ടി തുറന്നു അതിൽ ആ ഒരു ഡോക്യുമെന്റ്സും പണവും എല്ലാം പാക്ക് ചെയ്ത് ആ സമയത്ത് തന്നെ ഈ സൈക്കോ കില്ലർ അങ്ങോട്ടേക്ക് വരികയാണ്. റൂമിലേക്ക് തുരുതുരാന്നിട്ട് വെടിവെക്കാൻ തുടങ്ങി. അപ്പോഴേക്കും മൈക്കിൾ വേഗം തന്നെ ഹൈഡ് ആവുകയാണ്. പക്ഷേ ഈ വെടിവെപ്പിൽ ഈ അക്കൗണ്ടന്റ് പെട്ടുപോയി ബുള്ളറ്റ് ദേഹത്ത് കയറിയിട്ട് ഇയാൾ സ്പോട്ടിൽ തന്നെ മരിച്ചുവാണ്. പിന്നീട് ആ ഒരു സൈക്കോ കില്ലർ നമ്മുടെ മൈക്കിൾ മരിച്ചോ എന്നറിയാൻ വേണ്ടി ഉള്ളിലേക്ക് വന്ന് നോക്കിയപ്പോൾ മൈക്കിൾ വേഗം ചാടി എഴുന്നേറ്റ് തൊട്ടടുത്ത് തന്നെ ഒരു ഗ്ലാസിന്റെ പ്രതിമ ഉണ്ടായിരുന്നു, അതിലേക്ക് ഷൂട്ട് ചെയ്യാണ്. ഇത് പല കഷ്ണങ്ങളായിട്ട് തെറിച്ചിട്ട് ഈ സൈക്കോ കില്ലറുടെ മുഖത്ത് പോയി കയറുന്നുണ്ട്. ഇയാളെ മുഖം പൊത്തി കണ്ണ് കാണാൻ പറ്റാതെ നിലത്ത് കിടന്ന് പിഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്യാപ്പിൽ മൈക്കിള് അവന് വേണ്ട ഡോക്യുമെന്റ്സ്, അത്യാവശ്യം കാശ്, ഇതെല്ലാം ഇവിടുന്ന് പെറുക്കിയെടുത്തുകൊണ്ട് നേരെ വണ്ടിയിൽ പോയിട്ട് കയറുകയാണ്. അതുപോലെ തന്നെ ഈ കില്ലർ വരുന്ന കാര്യം മൈക്കിളിന്റെ മകനായുള്ള ടോമി കണ്ടിരുന്നു. അവൻ ഹോൺ അടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഉള്ളിലായതും ഈ പ്രശ്നവും ബഹളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒച്ചയൊന്നും മൈക്കിൾ കേട്ടിട്ടില്ലായിരുന്നു. എന്നാൽ ഈ പൈസയുമായിട്ട് ഇവർ പുറത്തേക്ക് രക്ഷപ്പെട്ടു പോകുന്ന അതേ സമയത്ത് തന്നെ ഈ സൈക്കോ കില്ലർ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും മൈക്കിളിനെ ഷൂട്ട് ചെയ്യാണ്. അവന്റെ ഷോൾഡറിൽ ബുള്ളറ്റ് വന്ന് തെറിച്ചു. ഒരുപാട് രക്തവും പോവാണ്. എന്തായാലും നമ്മുടെ ചെറുക്കൻ ടോമി ആണല്ലോ വണ്ടി ഓടിക്കുന്നത്. അവൻ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ അച്ഛനെയും കൂട്ടിയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പോകുന്ന വഴിയിൽ ഒരുപാട് രക്തം പോയി അവസാനം മൈക്കിളുടെ ബോധം പോവാണ്. നമ്മുടെ ടോമി ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അവിടെ തന്നെ ഒരു വീട് കണ്ടു. അങ്ങോട്ടേക്ക് സഹായം ചോദിച്ച് അവൻ ഓടി ചെല്ലുകയാണ്. അവിടെ തന്നെ ഒരു പ്രായമായിട്ടുള്ള അപ്പാപ്പനും അമ്മാമയും ഉണ്ടായിരുന്നു. രണ്ടുപേരും ഓടി വന്ന് ബോധം കിട്ട മൈക്കിളിനെയും വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അവർക്കറിയാവുന്ന ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവന്റെ ഉള്ളിലേക്ക് കയറി ആ ഒരു ബുള്ളറ്റും കാര്യങ്ങളൊക്കെ ഊരിയെടുക്കുകയാണ്. നന്നായിട്ട് തന്നെ മൈക്കിളിനെ അവന്റെ മകൻ ടോമി നോക്കുകയാണ് ഇപ്പോൾ. കാരണം ഒരു ബോധമില്ലാതെ കിടക്കുകയായിരുന്നു ഈ മൈക്കിൾ. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ആ ഒരു ബോധം തിരിച്ചു കിട്ടി കേട്ടോ. ഇതേ സമയത്ത് തന്നെ മൈക്കിളിനെ നന്നായിട്ട് ടോമി ഇങ്ങനെ നോക്കുന്ന കണ്ടപ്പോൾ തന്നെ മൈക്കിളിന് ഒരു കാര്യം മനസ്സിലായി. ചെറുക്കന് എന്നോട് നല്ല സ്നേഹമാണ്. അങ്ങനെ അത്യാവശ്യം ആരോഗ്യമൊക്കെ വീണ്ടും കിട്ടിയ സമയത്ത് ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈക്കിൾ ടോമിയോട് ചോദിക്കുകയാണ്, അല്ലടാ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാണ്? അവനും അവന് ഇഷ്ടമുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അച്ഛനും മകനും കൂടെ കുറെ അങ്ങോട്ടേക്ക് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുകയാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ടോമി ചോദിക്കുകയാണ്, അച്ഛൻ എപ്പോഴും ഇഷ്ടം പീറ്ററിനെ ആയിരുന്നില്ലേ? എന്നെ വലിയ കാര്യമായിട്ട് നോക്കലൊന്നും ഇല്ലായിരുന്നല്ലോ, അതിന്റെ കാരണം എന്താ? എന്നോട് ഇഷ്ടമില്ലായിരുന്നു. ഇപ്പൊ മൈക്കിള് പറയാണ്, ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലടാ, നിന്നോട് കൂടുതൽ ഇഷ്ടമായതുകൊണ്ടാണ്. എന്നെ പോലെ തന്നെ ഒരു വഴക്കാളി സ്വഭാവം നിനക്ക് ഉണ്ടായിരുന്നു. ഞാൻ നീയുമായിട്ട് കൂടുതലായിട്ട് അടുക്കുന്ന സമയത്ത് നീ എന്നെ പോലെ തന്നെ ആയി പോകും എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പരമാവധി ഞാൻ ചെയ്യുന്ന ജോലിയും അതുപോലെ തന്നെ നിന്നിൽ നിന്നും അകന്നു നിൽക്കാനായിട്ട് ഞാൻ ശ്രമിച്ചത്. കാരണം എന്നെ പോലെ ഒരിക്കലും നീ ആവാതിരിക്കാനായിട്ട് നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് മോനെ ഞാൻ ആ ഒരു അകലം പാലിച്ചത്. ഇവിടെ വെച്ച് തന്നെ ടോമിക്ക് ഒരു കാര്യം മനസ്സിലായി, അച്ഛൻ അവൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ മകനോട്, അതായത് ടോമിയോട് പോയിട്ട് കിടന്നുറങ്ങിക്കുമെന്ന് പറയണം. പിന്നീട് ആ അക്കൗണ്ടന്റ് ഉണ്ടല്ലോ, ഇയാളുടെ കയ്യിൽ നിന്ന് അടിച്ചുകൊണ്ടുവന്ന ഒരുപാട് ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഇപ്പൊ മൈക്കിൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിക്കാഗോയിലെ ആ ഒരു ഗ്യാങ്സ്റ്റർ ആയിട്ടുള്ള ആ മനുഷ്യനുണ്ടല്ലോ, ഇയാളുടെ സെക്രട്ടറി ആയിട്ടുള്ള ഫ്രാങ്ക്, ഈ ഫ്രാങ്കുമായിട്ട് കോർണറിന് എന്തൊക്കെയോ ഇടപാടുകൾ ഉണ്ടായിരുന്നു. അതിന്റേതായ തെളിവുകളും കാര്യങ്ങളൊക്കെ ഒരു രേഖ പോലെ അവിടെ ഉണ്ടായിരുന്നു. അതായത് ഈ കോർണർ റോണി ഉണ്ടല്ലോ, ഇവന്റെ അച്ഛൻ അറിയാതെ തന്നെ ഇവിടുത്തെ ആൾക്കാരുമായിട്ട്, ചിക്കാഗോയിലെ ഗ്യാങ്സ്റ്റേഴ്സുമായിട്ട് എന്തൊക്കെയോ ഉടായ്പ ഡീലിങ്സും ഉണ്ട്, അതുപോലെ തന്നെ പണ ഇടപാടും ഉണ്ട്. ഇതെല്ലാം കണ്ട് മൈക്കിള് ഒന്ന് ഷോക്കായി പോകുന്നുണ്ട്. പക്ഷെ അതെന്തിനാണെന്ന് കാണിക്കുന്നില്ല. പിറ്റേ ദിവസം രാവിലെയായി. ഇപ്പൊ ഇവരെ ഹെൽപ്പ് ചെയ്ത ആ ഒരു മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും വീട്ടിലാണല്ലോ ഇവരുള്ളത്. പോകുന്നതിന് മുന്നേ ആയിട്ട് അവർക്കായിട്ട് ഒരു കത്ത് എഴുതുന്നുണ്ട്. പിന്നെ മൈക്കിൾ ഇവിടുത്തെ ആ ഒരു ബോസിന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശൊക്കെ അടിച്ചു മാറ്റിയില്ലേ, ആ കാശ് ഇവർക്കായിട്ട് ഇവിടെ വിട്ടുകൊടുത്തിട്ട് മൈക്കിളും ടോമിയും കൂടെ ഇവിടുന്ന് പോവാണ്. നേരെ പോകുന്നത് ഒരു ചർച്ചിലേക്കാണ്. മകനായിട്ടുള്ള ടോമിയെ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് ഇരുത്തുന്നുണ്ട്. എന്നിട്ട് ഇതിനുശേഷം മൈക്കിൾ നേരെ ആ ചർച്ചിലേക്ക് വന്ന ജോൺ റോണിയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. ആളുടെ കൂടെ കൂടുതലായിട്ട് കാവൽക്കാരോ ഗൺമാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മുടെ മൈക്കിൾ പറയുന്നത്, ജോൺ എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടിയിട്ട് ഈ ചർച്ചിന്റെ ബേസ്മെന്റിലേക്ക് പോവാണ്. അവിടെ വെച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാനായിട്ട്. അങ്ങനെ ആ ചർച്ചിന്റെ ബേസ്മെന്റിലേക്ക് എത്തിയ സമയത്ത് തന്നെ കുറെ ഫയൽസ് ഇപ്പൊ മൈക്കിള് ഈ ഒരു വൃദ്ധന്റെ മുന്നിലേക്ക്, അതായത് ജോണിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ട് പറയാണ്, ഒരുപാട് കാലമായിട്ട് നിങ്ങളുടെ അക്കൗണ്ട്സിലും കാര്യങ്ങളൊക്കെ ഇടപാടുകളിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് കാണുന്നുണ്ട് പറയല്ലേ, ഇതിന്റെ പേരിലാണല്ലോ ആ ഫിനിന്റെ ബ്രദറെ നിങ്ങൾ കൊന്നു കളഞ്ഞത്. ദാ ആ ഫയൽ മുഴുവൻ പരിശോധിച്ച് നോക്ക്. എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങൾ പോലും അറിയാതെ അവിടുന്ന് കാശ് അടിച്ചു മാറ്റുന്നതും ചരക്കുകൾ മാറ്റുന്നതും എല്ലാം നിങ്ങളുടെ മകൻ തന്നെയാ, അത് മറ്റാരുമല്ല. എന്നാ മൈക്കിൾ ഈ ഒരു കാര്യമൊക്കെ പറയുമ്പോൾ മൈക്കിൾ വിചാരിച്ചത് ഈ കാര്യമൊന്നും ജോണിന് അറിയില്ല എന്നാണ്. ഇപ്പൊ ജോൺ ഒന്നും മിണ്ടാതെ തലതാത്തിക്കാണ്. എന്നിട്ട് പറയാണ്, ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ അവൻ എന്റെ മകനായി പോയില്ലേ, എനിക്ക് അവനെ നോക്കണ്ടേ? നീ ആയാലും നിന്റെ മകനെ പ്രൊട്ടക്ട് ചെയ്യാനല്ലേ നോക്കുള്ളൂ. അതായത് ജോൺ മകന്റെ കാര്യത്തിൽ ഭയങ്കര സ്വാർത്ഥനാണ്. ആ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഫിന്നിനെയും അവന്റെ അനിയനെയും എല്ലാവരെയും കൊല്ലുമ്പോ യഥാർത്ഥ പ്രതിയായിട്ടുള്ള കോണറിനെ എപ്പോഴും അവന്റെ അച്ഛനായിട്ടുള്ള ഈ ജോൺ എപ്പോഴും മറച്ചു പിടിക്കും. അത് അവനൊരു വളായി. അതുകൊണ്ടാണ് കോണർ ഇത്രയും രീതിയിലുള്ള തെമ്മാടിത്തരങ്ങൾ കാണിച്ചു കൂട്ടിയത്. ഇതേ സമയത്ത് തന്നെ മൈക്കിൾ ഒരു കാര്യം
കാര്യം പറയാണ്. പന്നെ കിഴവാ, നിങ്ങൾ ഒരു കാര്യം ഓർത്തു വെച്ചോ, അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം തീരുകയാണെങ്കിൽ മാക്സിമം ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം, അത് കഴിയുമ്പോൾ തന്നെ ഇവനാരെങ്കിലും വന്ന് തീർത്തു കളയും. നിങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മകൻ കോണറിന് നിലനിൽക്കാൻ കഴിയുന്നത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ടും ജോണ് പറയുന്നത്, മൈക്കിളെ എനിക്കെല്ലാം അറിയാം, ഞാൻ സ്വാർത്ഥനായിട്ട് ചിന്തിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് എന്റെ മകനെ സംരക്ഷിച്ചേ മതിയാവുള്ളൂ. എനിക്ക് അതിൽ രണ്ടാമതൊരു ഓപ്ഷൻ ഇല്ല. നിന്റെ മകന്റെ കാര്യം വന്നാലും മൈക്കിളെ നീ അതന്നെയല്ലേ ചെയ്യുള്ളൂ. ടോമിക്ക് ഈ ഒരു അവസ്ഥ വന്നാൽ നീ ടോമിയെ രക്ഷപ്പെടുത്താൻ നോക്കില്ലേ? അതുപോലെ തന്നെ ഈ യുദ്ധത്തിൽ എന്റെ മകൻ കോർണർ മരിച്ചാലും അതുപോലെ തന്നെ മൈക്കിളെ നീ മരിച്ചാലും എന്റെ ദുഃഖം അത് ദുർപോലെ തന്നെയായിരിക്കും. പക്ഷെ എനിക്ക് ഇവിടെ വേറൊരു നിവൃത്തിയില്ല. ഈ യുദ്ധം തുടങ്ങിപ്പോയി, ഞാൻ എന്തായാലും പോകുമെന്ന് പറഞ്ഞിട്ട് ജോൺ പോവാണ്. അതായത് ജോൺ ആത്മാർത്ഥമായിട്ട് തന്നെ മൈക്കിളിന് ഇഷ്ടമാണ്. പക്ഷേ മകനോടുള്ള അന്ധമായ സ്നേഹം കാരണം ഇയാളുടെ കണ്ണിനൊക്കെ ഒരുമാതിരി ഒരു അന്ധത ബാധിച്ചിരിക്കുകയാണ്. ഇനി എത്ര കാളെ കൊന്നാലും എത്ര നിരപരാധികളെ കൊന്നാലും ശരി, മകനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ജോണിന്. എന്തായാലും അന്ന് രാത്രിയായ സമയത്ത് മൈക്കിൾ ഒരു തീരുമാനം എടുക്കുകയാണ്. എല്ലാം ഇന്നത്തെ രാത്രി കൊണ്ട് തീർക്കണമെന്ന് തന്നെ അവൻ തീരുമാനിക്കുകയാണ്. സോ വലിയ വലിയ മെഷീൻ ഗണ്ണും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. ഇതിനിടയിൽ ടോമി വന്ന് ചോദിക്കണം, അച്ഛൻ എന്തായി ചെയ്യുന്നത്? ഇപ്പൊ മൈക്കിൾ പറയണം, മോനൊന്നും നോക്കണ്ട, തൽക്കാലം പോയിട്ട് മോൻ കിടന്നുറങ്ങും. ഇതിനുശേഷം രണ്ടും കൽപ്പിച്ച മൈക്കിൾ ആ മെഷീൻ ഗണ്ണുമായിട്ട് നേരെ പുറത്തേക്ക് പോവാണ്. ഇപ്പൊ നഗരത്തിന്റെ ഒരു ഭാഗത്ത് കാണിക്കുകയാണ് ഈ ജോണ് അതുപോലെ തന്നെ ഇയാളുടെ കൂടെയുള്ള കുറച്ചധികം ശിങ്കിടികൾ. ഇവരെന്തോ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് ഇവരുടെ ആ ഒരു കാറിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു 2-3 ബുള്ളറ്റ് വന്നിട്ട് ഇയാളുടെ കൂടെയുള്ള ഗൺമാന്റെ തലക്കും നെഞ്ചിലേക്കൊക്കെ കയറുകയാണ്. അധികം വൈകിയില്ല, ജോൺ ഒഴികെ ബാക്കിയുള്ള എല്ലാവരെയും മറഞ്ഞിരുന്ന് ഏതോ ഒരു മനുഷ്യൻ വെട്ടിവെച്ച് തീർത്തുകളയാണ്. അത് മറ്റാരുമല്ല, മൈക്കിൾ തന്നെയാണ്. ഈ പണി മുഴുവൻ ചെയ്യുന്നത് അത് മൈക്കിളാണെന്ന് ജോണ് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ കഴിയാതെ നിശ്ചലമായിട്ട് ജോൺ അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് മൈക്കിൾ വരുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ മൈക്കിളിന് ഈ ജോണിനെ കൊല്ലാൻ മനസ്സ് വരുന്നേ ഇല്ല. ഒരു അച്ഛന്റെ സ്നേഹം കൊടുത്താണ് ഇയാൾ വളർത്തിയത്. പക്ഷേ ജോണിനെ കൊല്ലാതെ കോണറിനെ കൊല്ലാൻ കഴിയില്ല, ആ ഒരു കാര്യം ഉറപ്പാണ്. സോ ഇവിടെ വെച്ച് ജോണിനെ കൊല്ലില്ലാതെ മൈക്കിളിന് വേറെ ഒരു വഴിയില്ല. ജോണിനും ആ ഒരു കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ ജോൺ ഒരു കാര്യം പറയണം, മൈക്കിളെ നിന്റെ കൈകൊണ്ട് മരിക്കുന്നത് എനിക്ക് അഭിമാനമേ ഉള്ളൂ. എന്തായാലും എനിക്ക് അർഹിച്ചത് അത് ഞാൻ മേടിച്ചേ തീരുള്ളൂ. നീ എന്നെ കൊന്നു എന്ന് പറയാണ്. അങ്ങനെ മനസ്സ് കല്ലാക്കിക്കൊണ്ട് മൈക്കിള് ജോണിനെ ഷൂട്ട് ചെയ്ത് കൊന്നു കളയുന്നുണ്ട്. ഒരുപാട് വേദനിക്കുകയാണ് അവന്, കണ്ണ് നിറയുന്നുണ്ട്. എന്തായാലും എല്ലാവരും കൊന്നു കഴിഞ്ഞതിന് ശേഷം മൈക്കിൾ ആരെ വിളിക്കുകയാണ്? ചിക്കാഗോയിലെ ഗ്യാങ്സ്റ്റർ ആ ഒരു സെക്രട്ടറി ഉണ്ടല്ലോ ഫ്രാങ്ക്, ഇയാളെ വിളിക്കുകയാണ്. എന്നിട്ട് നടന്ന കാര്യങ്ങൾ മുഴുവൻ പറയാണ്. അതായത് ജോണിനെയും അയാളുടെ കൂടെയുള്ള എല്ലാവരെയും തീർത്തു കഴിഞ്ഞു. ഇനി ആകെ ബാക്കിയുള്ളത് അയാളുടെ മകനായിട്ടുള്ള ആ ജോക്കർ, ആ പൊട്ട മാത്രമാണ്. ഇനി അവനെയും താങ്ങി പിടിച്ചുകൊണ്ട് നീ നിൽക്കുന്നോ അല്ലെങ്കിൽ അവൻ എനിക്ക് വിട്ടുതരുന്നു? ഇപ്പൊ ഫ്രാങ്കിന് വേറെ ഒരു വഴിയില്ല. കാരണം ഒരുമാതിരി കൊലവെറിയെടുത്ത് നടക്കുകയാണ് മൈക്കിൾ. ഇപ്പോ ഈ കോർണർ എവിടെയുള്ളതെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഫ്രാങ്കിനെയും വന്നിട്ട് നമ്മുടെ മൈക്കിൾ തട്ടുമെന്ന് ഈ ഫ്രാങ്കിന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ഒറ്റി കൊടുക്കുകയാണ്. ആ ഹോട്ടലുണ്ട്, ആ റൂമിലുണ്ട്, നീ നേരെ അങ്ങോട്ട് പൊയ്ക്കോ എന്ന് പറയാണ്. സോ അവസാനം മൈക്കിൾ ഒരു ഗണ്ണുമായിട്ട് ആ ഒരു പ്രതികാര ബുദ്ധിയിൽ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഒന്നും നോക്കിയില്ല, കണ്ടപാട് തന്നെ അവന്റെ തല വെട്ടിവെച്ച് പൊളിച്ചു കളയാണ്. അങ്ങനെ മൈക്കിൾ ഒരുപാട് കഷ്ടപ്പെട്ടായാലും അവന്റെ ആ ഒരു പ്രതികാരം അത് മുഴുവനാക്കിയിട്ടുണ്ട്. നേരെ വീട്ടിലേക്ക് വരികയാണ്. അവന്റെ മകനാണെങ്കിലും ഉറങ്ങിയിട്ടൊന്നുമില്ല, നല്ലൊരു ഭയത്തിൽ നിൽക്കുകയായിരുന്നു. അവൻ പേടിക്കൊന്നും വേണ്ട കേട്ടോ, പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മൈക്കിൾ ടോമിയുമായിട്ട് നേരെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോവാണ്. കാരണം എല്ലാം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോവാ എന്നായിരുന്നു ഇവര് തീരുമാനിച്ചത്. അതുപോലെ തന്നെ ഇപ്പൊ ടോമിക്ക് ഭയങ്കര സന്തോഷമാണ്, അച്ഛൻ എല്ലാം കഴിഞ്ഞല്ലോ, ഫ്രീ ആയല്ലോ. സോ നേരെ അവര് രണ്ടുപേരും മുത്തശ്ശിയുടെ ആ ഒരു വീട്ടിലേക്ക് പോവാണ്. അവനിപ്പോ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഒരു ബീച്ചിന്റെ സൈഡിൽ വണ്ടി നിർത്തി ഇവർക്ക് കുറച്ച് ദൂരം നടന്നു പോവാണ്ട്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് മുത്തശ്ശിയുടെ നായ മാത്രം ഇവരുടെ അടുത്തേക്ക് ഓടി വരികയാണ്. ഇപ്പൊ ടോമി ആണെങ്കിൽ ആ നായുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയെ നോക്കാനായിട്ട് മൈക്കിളും ഉള്ളിലേക്ക് ചെന്ന് നോക്കുന്നുണ്ട്. എന്നാൽ എവിടുന്നാന്നറിയില്ല ഒരു ബുള്ളറ്റ് അവന്റെ പിറകിലൂടെ കയറിയിട്ട് നെഞ്ചിലൂടെ പുറത്തേക്ക് വരികയാണ്. വെടിയേറ്റ മൈക്കിൾ താഴെ വീണെടുക്കുകയാണ്. ഇപ്പൊ വന്നിരിക്കുന്നത് മറ്റാരുമല്ല, ആ ഒരു കില്ലർ സൈക്കോ ഉണ്ടല്ലോ, അവൻ തന്നെയാണ്. കൊട്ടേഷൻ കൊടുത്ത ആൾക്കാർ വരെ ഒതുങ്ങി നിൽക്കുകയാണ്. എന്നാൽ കൊട്ടേഷൻ കിട്ടി ഈ സൈക്കോ, അവനൊരു പ്രത്യേക മെന്റാലിറ്റിയാണ്. അവന്റെ ആ ഒരു ഇൻട്രോ സീനിൽ തന്നെ നിങ്ങൾ കണ്ടേയല്ലേ, അവനൊരാളെ ഫോട്ടോ എടുക്കാൻ വന്ന സമയത്ത് അയാൾ മരിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ അയാൾ എന്തായാലും മരിക്കണം, മരിച്ചിട്ടേ ഫോട്ടോ എടുക്കുള്ളൂ എന്നൊക്കെ ഒരു ഭ്രാന്തമായ ചിന്തയിൽ അയാൾ അവിടെ വെച്ച് തന്നെ കൊന്നു കളഞ്ഞില്ലേ. അതുപോലെ തന്നെയാണ് ഒരു കൊട്ടേഷൻ കിട്ടി, ആ കൊട്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അയാളെ തട്ടിയേ മതിയാവുള്ളൂ. ഒരു വാശിയാണ് അവന്റെ ഉള്ളിൽ. ഇപ്പൊ ആ ഒരു സൈക്കോ കില്ലറുടെ മുഖം കാണിക്കുന്നുണ്ട്. അന്ന് ആ ഹോട്ടലിൽ വെച്ച് വെടിവെപ്പ് നടന്നതിൽ ഒരു ഗ്ലാസ് പൊട്ടി അവന്റെ മുഖത്തേക്ക് നിറയെ ചില്ല് കയറിയില്ലേ, നല്ല മുറിവും കാര്യങ്ങളായിട്ടുണ്ടായിരുന്നു. എന്തായാലും അതുണങ്ങിന്റെ ആ ഒരു പാടുകളുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാമറയുമായിട്ടാണ് അവൻ വന്നിരിക്കുന്നത്, മരിച്ചു കിടക്കുന്ന മൈക്കിളിന്റെ ഫോട്ടോ എടുക്കാനായിട്ട്. ഒന്നുകൂടെ മൈക്കിളിനെ ഈ ഒരു സൈക്കോ കില്ലർ വെടിവെക്കാൻ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ മറ്റൊരു ട്രിഗർ വലിക്കുന്ന ഒച്ച കേൾക്കുകയാണ്. നോക്കുമ്പോൾ ഡോറും തുറന്നുകൊണ്ട് ഈ കാര്യമെല്ലാം കണ്ട് ഒരു ഗണ്ണും എടുത്തുകൊണ്ട് നമ്മുടെ ടോമി വന്നിരിക്കുകയാണ്. അതായത് ആ ഒരു കില്ലറെ എപ്പോൾ വെടിവെച്ച് കൊല്ലും എന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ അവനിങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ അവന് വെടിവെക്കാൻ കഴിയുന്നില്ല. നമുക്കിങ്ങനെ തോന്നും വെക്കടാ അല്ലെങ്കിൽ അവനിപ്പോ എന്തെങ്കിലും ചെയ്യും. ഇപ്പൊ ആ ഒരു സൈക്കോ കില്ലറും അവന് നോക്കിയിട്ട് ആ ഗണ്ണ് മര്യാദക്ക് താഴെ വെച്ചോ അല്ലെങ്കിൽ എനിക്കത് തന്നോ എന്ന രീതിയിൽ അവനോട് സംസാരിച്ചു പതിയെ ആ ഒരു ഗണ്ണ് മേടിച്ചെടുക്കാൻ നിൽക്കുമ്പോൾ ഇയാളുടെ ശ്രദ്ധ മാറി നിൽക്കുകയാണല്ലോ. മൈക്കിൾ ഈ ഒരു അവസരം ഉപയോഗിച്ചു കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് എടുക്കാണ് ഇയാളുടെ നെഞ്ചത്തോട് ഒരു 4-5 തവണ വെച്ചങ്ങോട്ട് പൊട്ടിക്കുകയാണ്. സ്പോട്ടിൽ വീണുപോയി. അവിടെ വെച്ച് തന്നെ ഇയാൾ മരിക്കുകയാണ്. ഇതിനുശേഷം നമ്മുടെ ടോമി വേഗം ഓടിച്ചില്ലാണ് മൈക്കിളിന്റെ അടുത്തേക്ക്. നെഞ്ചിലാ ബുള്ളറ്റ് കയറിയത്, ഒരുപാട് രക്തം പോകുന്നുണ്ട്. അധികം വൈകാതെ മൈക്കിൾ
മൈക്കിളും മരിക്കും. എന്നാൽ മൈക്കിളും മരിക്കാൻ സമയത്ത് അവന്റെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ട്. എന്താണെന്നോ, ആയുധം കയ്യിൽ വെച്ചുകൊണ്ട് ടോമി അയാളെ വെടിവെച്ചില്ലല്ലോ. അതായത് അവൻ അത് ഉപയോഗിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, ഒരു ഭയമുണ്ട്. സോ അവന്റെ ഉള്ളിൽ ആ ഒരു ഭയം ഉള്ളത് കൊണ്ട് തന്നെ മൈക്കിളിന് ആശ്വാസമായിരുന്നു. അവൻ ആയുധം എടുക്കില്ല എന്നൊരു കോൺഫിഡൻസ് മൈക്കിളിന് തോന്നുകയാണ്. അങ്ങനെ മരിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് മൈക്കിൾ മകൻ ടോമിയോട് ഒരു കാര്യം പറയുന്നുണ്ട്. മോനെ, എല്ലാത്തിനും കാരണം നമ്മുടെ ഈ ഒരു ലൈഫ് ഈ രീതിയിലാവാനുള്ള എല്ലാത്തിനും കാരണം അച്ഛൻ തന്നെയാണ്. അച്ഛൻ എടുത്ത ആയുധം, ആ ആയുധം തന്നെ അച്ഛന് തീർത്തിരിക്കുകയാണ്. ഒരു കാരണവശാലും ആ ഒരു ജീവിതത്തിലേക്ക് മോൻ പോകാൻ പാടില്ല കേട്ടോ. അങ്ങനെ അവിടെ വെച്ച് ടോമിയുടെ മടിയിൽ കിടന്ന് മൈക്കിൾ മരണപ്പെട്ടു പോവാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ആ പാവം ചെറുക്കനുണ്ടല്ലോ ആ ആയുധവുമായിട്ട് നേരെ ആ ബീച്ച് സൈഡിലേക്ക് ചെല്ലുകയാണ്. അവന്റെ അച്ഛൻ ജീവിക്കാനായിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ആയുധം എടുത്തു. അവസാനം ആ ആയുധം കൊണ്ട് തന്നെ അവന്റെ അച്ഛന്റെ ലൈഫ് ഇല്ലാതെയായി. മാത്രല്ല, അയാൾ ജീവിച്ചതുപോലെയുള്ള ആ സാഹചര്യത്തിലൂടെ സ്വന്തം മകൻ പോകും എന്നുള്ള ആ ഒരു ഭയം വരെ ഇയാളെ വല്ലാതെ വേട്ടയാടിയിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ടോമിക്ക് നന്നായിട്ട് മനസ്സിലായി. സോ അച്ഛന്റെ ആഗ്രഹം ആ ഒരു വഴിയിലേക്ക് ഞാൻ പോകരുത് എന്നാണ്. അത് ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ടോമി കയ്യിലുണ്ടായിരുന്ന ആ ആയുധം അത് വെച്ച് രണ്ടാമതൊരു പ്രതികാരത്തിന് പോകാനോ ഒന്നിനും നിൽക്കുന്നില്ല, കടലിലേക്ക് വലിച്ചെറിയാണത്. അതുപോലെ തന്നെ മുത്തശ്ശിയുടെ ആ ഒരു നായ അവിടെ ഉണ്ടായിരുന്നല്ലോ, അതിനെയും കൂട്ടിയിട്ട് നേരെ അവന്റെ ആ ഒരു വണ്ടിയിൽ പോയിരിക്കുകയാണ്. കാരണം മുത്തശ്ശിയും ഇല്ല, അച്ഛനും ഇല്ല, രണ്ടുപേരും നഷ്ടപ്പെട്ടു. ആകെയുള്ളത് ഈ നായ മാത്രമാണ്. അങ്ങനെ ആ ഒരു വണ്ടി എടുത്തുകൊണ്ട് ഈ നായം കൂട്ടിയിട്ട് അവൻ നേരെ പോകുന്നത് മൈക്കിളിന് വെടിയേറ്റപ്പോ സഹായിച്ച രണ്ട് വൃദ്ധ ദമ്പതികൾ ഉണ്ടായിരുന്നില്ലേ, അവരുടെ വീട്ടിലേക്കാണ്. അവന് തിരിച്ചു കയറി ചെല്ലാനായിട്ട് ആ ഒരു സ്ഥലം അല്ലാതെ ഈ ലോകത്തിൽ മറ്റൊരു സ്ഥലവും ഇല്ലായിരുന്നു. അങ്ങനെ തിരിച്ചു വന്ന ടോമി അവര് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ്. ഇനി അവന്റെ ലൈഫ് ഇവർക്കൊപ്പമാണ്. മാത്രമല്ല, അവന്റെ ഉള്ളിൽ ഇനി പ്രതികാരമില്ല, ആയുധങ്ങൾ കണ്ടുകൊണ്ടുള്ള ആ ഒരു ലൈഫും ഇല്ല, എല്ലാം അവൻ മറന്നിരിക്കുകയാണ്. ഇവരുടെ കൂടെ സാധാരണക്കാരനെ പോലെ ഒരു കർഷകനായിട്ട് ജീവിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞതുപോലെ ആ കുട്ടിക്ക് അത് മനസ്സിലായി. അതുകൊണ്ട് വാളെടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് അവൻ മനസ്സിലാക്കി. എന്തായാലും ഇത് കാണിച്ചുകൊണ്ട് സിനിമയോട് തീരുകയാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.